പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ജീവൻ്റെ കവാടം എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും യഥാർത്ഥ ദൈവവിശ്വാസികളായി, യഥാർത്ഥ ആത്മീയരായി സ്വർഗരാജ്യ ലക്ഷ്യം വെച്ച് ഒരു വിശുദ്ധ ജീവൻ നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് ചൊല്ലണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മൾ ചിന്തിക്കുക ദൈവം സ്നേഹമാണ് എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ ഉതകുന്ന കാര്യങ്ങളാണ്. ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ് എന്ന് നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളും കേട്ടവരാണ്. എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നു ദൈവം സ്നേഹമാണെന്ന്, എല്ലാ ആത്മീയരും വിശ്വസിക്കുന്നു ദൈവം സ്നേഹമാണെന്ന്. നമുക്കറിയാം, 1 യോഹന്നാൻ 4:17 പറയുന്നുണ്ട് ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. നമുക്ക് അറിവിൻ്റെ തലത്തിൽ നല്ലൊരു ബോധ്യമുണ്ടെങ്കിൽ പോലും ദൈവം സ്നേഹമാണോ എന്ന് വ്യക്തിപരമായി എന്നോട് നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ നമ്മൾ പറയും ദൈവം സ്നേഹമാണ്, കാരണം ബൈബിളിൽ ധാരാളം ഭാഗത്ത് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ബോധ്യമൊന്നുമില്ല. ദൈവം സ്നേഹമാണെന്ന് ബൈബിൾ പറയുന്നു, ധ്യാനപ്രസംഗർ പറയുന്നു, അതുകൊണ്ട് ഞാനും പറയാം എന്നൊരവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ദൈവസ്നേഹം അനുഭവിക്കാനോ ദൈവത്തെ ആരാധിക്കാനോ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുവാനോ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാനോ നമുക്ക് കഴിയാതെ പോകും. അപ്പോൾ ഒരു വ്യക്തി ദൈവം സ്നേഹമാണ് എന്ന് അവൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുമ്പോഴാണ് ആ വ്യക്തിക്ക് പൂർണ്ണമായി അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ ദൈവത്തെ ഏറ്റുപറയുവാൻ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ സാധ്യമാവുക. നമ്മൾ ഒന്ന് ഓർത്തു നോക്കണം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കാതെയും ദൈവത്തിൻ്റെ വചനം അറിയാതെയും ജീവിച്ച കാലഘട്ടത്തിൽ പോലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമ്മൾ സന്നദ്ധമാകുന്ന ദിവസമാണ്, നിമിഷമാണിത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മളെ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാനും നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ആ വ്യക്തിയെ അറിയുവാൻ, സ്നേഹിക്കുവാൻ, ആ വ്യക്തിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ കേൾക്കുവാൻ നമുക്കൊരു ആകാംക്ഷയുണ്ട്. ആകാംക്ഷയുണ്ട്, സ്വാഭാവികമാണ്, അത് മാനുഷികമാണ്. അപ്പോൾ ദൈവം എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനും നിങ്ങളും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ദൈവത്തിനുള്ളൊരു അന്വേഷണം നമ്മൾ ഉണ്ടാകുക, അതും സ്വാഭാവികമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുക, ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഞാനത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണോ എന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഏശയ്യായുടെ പുസ്തകം 49:15, ഏശയ്യ 49:15 പ്രകാരം പറയുന്നുണ്ട്, പെറ്റ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. പ്രിയപ്പെട്ടവർ, നമ്മളൊന്ന് ഓർക്കണം, ഒരു പെറ്റ അമ്മ ഒരിക്കലും തൻ്റെ മകളെ ആ കുട്ടിയെ മറക്കില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. കാരണം അവൾ അത്രമാത്രം നൊന്ത് പെറ്റ് വളർത്തിയ കുട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുകയാണ്, അവൾ നിന്നെ മറന്നാൽ പോലും ഞാൻ നിന്നെ മറക്കില്ല. നമ്മളൊന്ന് ചിന്തിച്ചേ, ഇത് കൂടുതൽ എങ്ങനെ ദൈവം നമ്മളോട് സംസാരിക്കും? ഇത് കൂടുതലായി ദൈവം നമ്മളോട് എങ്ങനെ ബോധ്യപ്പെടുത്തും? എങ്ങനെ സംസാരിച്ച് നമ്മളെ ബോധ്യപ്പെടുത്താൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം നമ്മളെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി നമ്മളെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചറിയുന്നില്ല. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ, കഴിഞ്ഞകാല ജീവിതത്തിൽ, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് അരുളി ചെയ്ത ദൈവം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കാതിരിക്കെ, പാപത്തിൽ ജീവിച്ച്, അന്ധകാരത്തിൽ ജീവിച്ചിരിക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞു കാണും, എൻ്റെ സമയം നല്ലതാ, ഞാൻ ഭാഗ്യമുള്ളവനാ എന്നല്ലാതെ എൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലാണിത്. പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാമായിരുന്നൊരു അപകടം, ഒരാപത്ത്, ഒരു തകർച്ച, ആ വേളയിലൊക്കെ ദൈവം ഒരു വ്യക്തിയിലൂടെ, ഒരു സംഭവത്തിലൂടെ, ഒരു ഇടപെടലിലൂടെ അവിടുന്നെല്ലാം നമ്മളെ ഉള്ളെങ്കിൽ കാത്തു പരിപാലിച്ച നിരവധി നിമിഷങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ഇതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തെ ആരാധിച്ച് ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ സാത്താൻ സമ്മതിക്കില്ല. ആദിമ മാതാപിതാക്കൾക്ക് പറ്റിയ അബദ്ധം നമുക്കറിയാം. ആദോവയും അവർ ദൈവത്തോടൊപ്പം ഉലാത്തുന്നു, ദൈവം അവരോട് സംസാരിക്കുന്നു, ദൈവം അവരുടെ കാര്യങ്ങൾ ഇടപെടുന്നു. അങ്ങനെ ഒരു നല്ല സ്വർഗീയ ജീവൻ നയിക്കുന്ന സമയത്ത് അവിടെ സർപ്പമായി കടന്നു ചെന്നില്ല സാത്താൻ. ആ സാത്താൻ കടന്നു ചെന്ന് എന്താ പറഞ്ഞത്? അവർക്കുള്ള സൗഭാഗ്യത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല. ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവത്തോടൊപ്പം ഉലാത്തുന്ന ആ സൗഭാഗ്യത്തെപ്പറ്റി അവനൊന്നും പറയുന്നില്ല. അവർക്ക് കിട്ടുന്ന സ്വർഗീയ അനുഭവത്തെപ്പറ്റി അവൻ പറയുന്നില്ല. അവരോട് പറയുകയാണ്, നിങ്ങൾ ആ മരത്തിൻ്റെ, ആ നടുക്ക് നിൽക്കുന്ന മരത്തിൻ്റെ കനി ഭക്ഷിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ലായിക ആ നിയമത്തെ അവൻ കയറി പിടിച്ച് പറഞ്ഞു, നിങ്ങളത് ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ദൈവത്തിന് സ്നേഹമില്ല. ദൈവത്തിന് സ്നേഹമുണ്ടെങ്കിൽ അത് ഭക്ഷിക്കാൻ സമ്മതിക്കില്ലേ? അപ്പോൾ ഔവയ്ക്ക് തോന്നി ഇത് ശരിയായിരിക്കും. ആ സർപ്പത്തിൻ്റെ, ആ നുണയൻ്റെ ആ ചതിയിൽപ്പെട്ട് പ്രിയപ്പെട്ടവരെ അവളുടെ ഭർത്താവും ആ മാനവകുലം മുഴുവൻ പാപത്തിനടിമപ്പെട്ടു.
പ്രിയപ്പെട്ടവരെ, ഇന്നും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് അരുളി ചെയ്ത ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളെങ്കിൽ കാത്തു പരിപാലിക്കുമ്പോൾ ഇതൊന്ന് തിരിച്ചറിഞ്ഞ് ആ ഉൾക്കാഴ്ചയോടെ ആ ദൈവത്തെ തിരിച്ചു സ്നേഹിക്കാൻ, ദൈവത്തിന് നന്ദി പറയാൻ നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണെന്ന് ഇവിടെ ചിന്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവർ, എൻ്റെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ, മറ്റു ചിലരുടെ അനുഭവങ്ങളൊക്കെയാണ് എന്നെ ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നത്. ഒരു നാൾ കാസർഗോഡ് ജില്ലയിൽ ഞാനൊരു ബസ്സിൽ കൊന്നക്കാടേക്ക് എന്നുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ചെറുപ്പക്കാരൻ, ഒരു 20-22 വയസ്സ്, നല്ല യുവാവ്, നല്ല ഡ്രസ്സിങ്, നല്ല സിമ്പിളൻ. അവന് ആ ബസ്സിൽ എൻ്റെ അടുത്ത സീറ്റിലിരുന്നുകൊണ്ട് കൊന്ത ഉരുട്ടി കൊന്ത ചെല്ലുക. ഇവനിങ്ങനെ കൊന്ത ചെല്ലുന്ന കണ്ടിട്ട് ഇവൻ കൊന്ത ചെല്ലുകയാണോ, ഇവൻ വിശ്വാസിയാണോ, ഇതൊന്നും അറിയാത്ത ഞാൻ വെറുതെ അവനോട് ഒന്ന് പരിചയപ്പെട്ടു. മോൻ്റെ പേരെന്താ? ഈ പേര് കേട്ടിട്ട് ഇവൻ ഏത് വർഗമാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഏത് തരക്കാരനെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, മോൻ്റെ പപ്പായുടെ പേരെന്താ? തോമസ് ചേട്ടൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ വിശ്വാസിയുടെ ഗണത്തിൽപ്പെട്ടവനാണ്. ഞാൻ ചോദിച്ചു, മോനെ നീ എന്താ ചെയ്യുന്നത്? നീ എന്താ കൈകൊണ്ട് ചെയ്യുന്നത്? അവനാ റിങ് കൊണ്ട് ഉരുട്ടിനോട് പറഞ്ഞു, ഞാൻ കൊന്ത ചെല്ലുക. എനിക്ക് അത്ഭുതം, ഈ പ്രായത്തിലൊരു പിള്ളേർ ചെറുപ്പക്കാരൻ കൊന്ത ചെല്ലുന്നു, ഇതെന്താ അത്ഭുതം? മോനെ നീ ഇപ്പോൾ ഈ യാത്രയിൽ, ഈ ബസ് യാത്രയിൽ പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താ മോനെ? നീ എന്താ അതിൻ്റെ പ്രചോദനം മോനെ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലെ ചില ദൈവസ്നേഹ അനുഭവങ്ങൾ അവനോട് പറയുക. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് കേൾക്കേണ്ടിയിരിക്കുന്നു. അവൻ പറയുകയാണ്, 20 വയസ്സ് പ്രായത്തിൽ അവന് മാതാപിതാക്കൾ അനുഭവത്തോടെ ബോംബെയിലേക്ക് പോയി. ബോംബെ പോയി 1000 രൂപയുടെ ശമ്പളമുള്ള ജോലി, ആ ജോലി ചെയ്യാനായിട്ട് പോയി 6 മാസം കഴിഞ്ഞ് ലീവിന് വീട്ടിൽ വന്നപ്പോൾ അവനെ സ്നേഹിക്കുന്നവൻ്റെ മാതാപിതാക്കൾ അവൻ ബോംബെയിലേക്ക് പോവുക. അവന് കുറേശ്ശെ സിഗരറ്റ് വലിയുണ്ട്, കുറച്ച് മദ്യപാനമുണ്ട്. ബോംബെ പാപത്തിൻ്റെ നാടാ. അവിടെ പോയി തിരിച്ചു വരുമ്പോൾ വലിയ രോഗവുമായി തിരിച്ചു വരുമോ, അവൻ്റെ ആത്മാവിനെ നശിപ്പിക്കുമോ എന്ന് ഭയപ്പെട്ട ആ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു, എടാ നീ ഇനിയും ബോംബെയിലേക്ക് പോകണമെങ്കിൽ നീ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കൂട്ടിയിട്ട് പോയാൽ മതി. ഇവനൊട്ടും താല്പര്യമുള്ള കാര്യമല്ല, ഇവന് ധ്യാനം കൂടുക ഭജനക്കൊക്കെ താല്പര്യമില്ല. പക്ഷേ നീ ജോലിക്ക് നീ പോകണമെങ്കിൽ ധ്യാനം കൂട്ടിയിട്ട് പോയാൽ മതി എന്നുള്ള അപ്പൻ്റെ നിർബന്ധത്തിൽ അപ്പനെ ഒന്ന് അനുസരിക്കാൻ വേണ്ടി മാത്രമായി അവൻ ധ്യാനത്തിലേക്ക് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, അവിടെ ആദ്യ ദിവസം തന്നെ ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ക്ലാസ്സാണ്. ദൈവം നമ്മളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നുവെന്ന് അച്ഛൻ്റെ ആ 3 മണിക്കൂർ നേരത്തെ ടോക്കിലൂടെ ഇന്ന് ലോക ജനത ഒരുപാട് പേര് ബോധ്യപ്പെട്ട ആ നിമിഷങ്ങൾ. ഈ ചെറുപ്പക്കാരൻ അവിടെ ഇരുന്നു, അവനിങ്ങനെ ചിന്തിച്ചു, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം തിരിച്ചറിഞ്ഞവൻ 2-ാം ദിവസം നല്ലോണം കുമ്പസാരിച്ചു, പാപത്തിന് ക്ലാസ് കേട്ടു, അനുദപിച്ചു, കുമ്പസാരിച്ചു, മാനസത്തിലേക്ക് കടന്നു വന്നു. അവന് പിന്നെ മദ്യപാനമില്ല, പുകവലിയില്ല. അവൻ അറിയാതെ ഈ തിന്മകളെല്ലാം അവന് വിട്ടുപോയി. അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിച്ച് വലിയ സന്തോഷത്തോടെ അവൻ ബോംബെയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ചില അത്ഭുതം. 1000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ടിരുന്നവൻ അവിടെ ചെന്നപ്പോൾ 2000 രൂപ, പെട്ടെന്ന് പ്രൊമോഷൻ, പെട്ടെന്ന് ശമ്പള വർധന. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന് ഗോവയ്ക്കടുത്തൊരു സ്ഥലത്തു നിന്ന് ഒരു പുതിയ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അവിടെ ചെന്ന് ജോലിക്ക് ജോയിൻ ചെയ്തു. 4000 രൂപ ശമ്പളം. അങ്ങനെ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല വിശുദ്ധ ജീവൻ നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവൻ്റെ വീട്ടിൽ നിന്ന് ഒരു ലെറ്റർ വരിക. ഇത് 93-ലെ സംഭവമാണ്. ഒരു ലെറ്റർ വരുന്നു. അപ്പൻ്റെ എഴുത്താണ് മകന്. ആ എഴുത്തിലിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, തിങ്കളാഴ്ച നിൻ്റെ പെങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു ചെറുക്കനെ കാണാൻ പോവുകയാണ്, നീ പ്രാർത്ഥിക്കണം. അവൾക്ക് അനുയോജ്യനായതാണെങ്കിൽ സംഭവിക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരു എഴുത്തവന് കഴിഞ്ഞ വെള്ളിയാഴ്ച കിട്ടി. ഇവന് സന്തോഷിച്ചു, ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവൻ ഞായറാഴ്ച സെൻറ്റ് സേവിയേഴ്സ് ചർച്ചിൽ കുർബാനയെല്ലാം കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ, ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ അതാ പെട്ടെന്ന് ബസ് വിളിക്കുന്നു. മംഗലാപുരം ബസ് വിളിക്കുക. ഇവന് പെട്ടെന്നൊരു പ്രചോദനം, ആ ബസ്സിൽ കയറിക്കോ എന്ന് വലിയൊരു പ്രചോദനം വരിക. അവൻ ചാടി ബസ്സിൽ കയറി. കൂട്ടുകാർ 14 പേര് അവരോട് പറഞ്ഞു, നാളെ ഞാൻ വരില്ലെന്ന് ഓഫീസിൽ പറഞ്ഞേക്കണം. ഇവൻ പെട്ടെന്ന് ബസ്സിൽ കയറി. എൻ്റെ അളിയനാകാൻ പോകുന്ന ചെറുപ്പക്കാരനെ എനിക്കൊന്ന് കാണണം. അവൻ കേരളത്തിലേക്ക് വന്നു, മംഗലാപുരത്ത് വന്നു, കാഞ്ഞങ്ങാട് വന്നു. അവനതാ പിറ്റേ ദിവസം പത്രം വായിക്കുമ്പോൾ കാണുകയാണ്, പ്രിയപ്പെട്ടവരെ, ആ ലാത്തൂർ സംഭവം. 10,000-കണക്കിന് ആൾക്കാർ ആ ഭൂകമ്പത്തിൽപ്പെട്ട് മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചുപോയി. ഇവൻ്റെ 14 കൂട്ടുകാർ അത് പെട്ട് മരിച്ചുപോയി. അവൻ പറയാ, ദൈവം എന്നെ ഉള്ളംകൈയിൽ കാത്തു പരിപാലിച്ചു. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് അരുളി ചെയ്ത ദൈവം ആ ബസ്സിൽ കയറിക്കോ എന്ന് പറഞ്ഞ് അവൻ ആ ബസ്സിൽ കയറ്റി വിട്ടു എന്ന് പറഞ്ഞവൻ സന്തോഷിക്കും. എൻ്റെ 14 കൂട്ടുകാർ മരിച്ചുപോയി, എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. എങ്കിൽ പോലും ഈ പാപിയ എന്നെ ദൈവം ആ ബസ്സിൽ കയറ്റി വിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പ്രിയപ്പെട്ടവരെ, ആ ഒരൊറ്റ ധ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ തിരുവചനം കേട്ട ചെറുപ്പക്കാരൻ ദൈവസ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞു. ആ സ്നേഹമായ ദൈവത്തിൻ്റെ പരിപാലനം ബോധ്യപ്പെട്ടു. അവൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന പയ്യനായി, വിശുദ്ധിയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശയുള്ള വ്യക്തിയായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ തേടി നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഓരോ വ്യക്തികളും നമ്മൾ പരിശോധിക്കൂ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതം പരിശോധിക്കൂ. നമ്മൾ പ്രാർത്ഥിച്ചില്ലായിരിക്കാം, നമ്മൾ പാപത്തിലായിരിക്കാം, മ്ലേച്ഛതയിലായിരിക്കാം. എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട നിമിഷങ്ങൾ, ദൈവം ഇടപെട്ട അത്ഭുത നിമിഷങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ്, ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചു പറയാൻ
തിരിച്ച് ദൈവത്തിന് നന്ദി പറയാൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ദൈവം അത് വലിയ കാര്യമായിട്ട് ദൈവം കാണും. നമ്മുടെ ജീവിതത്തിൽ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഇതുപോലെ ഒരു ദൈവസ്നേഹാനുഭവമാണ് ഒരു കാലത്ത് മദ്യവ്യവസായി ആയിരുന്നെന്നെ, കാവേരി ബാർ ഹോട്ടൽ കാസർഗോഡ് നടത്തിയിരുന്നെന്നെ ആ പാപത്തിൻ്റെ വരുമാനത്തിൽ നിന്ന്, ആ തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചത് ദൈവം എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള തിരിച്ചറിവ്. യേശു പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ് ആ സംഭവം. 1982 ഞാനൊരു പാമ്പ് കടിയേറ്റ് മരിച്ചുകൊണ്ട് വ്യക്തിയാണ്. അന്ന് ആ പാമ്പ് കടി രക്ഷപ്പെട്ടു, പാമ്പിനെ കൊന്നു, കുഴിച്ചുമൂടി. ഞാൻ അന്ന് പറഞ്ഞു, എൻ്റെ സമയം നല്ലതാ, ഞാൻ ഭാഗ്യമുള്ളവനായെന്ന് അന്ന് പറഞ്ഞെങ്കിൽ 1989 ഒരു ധ്യാനം കൂടുമ്പോൾ ആ ധ്യാനവേളയിൽ ഈ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഞാൻ ആ കാര്യങ്ങളെല്ലാം പുറകോട്ട് പരിശോധിച്ചപ്പോൾ ആ ദൈവത്തിൻ്റെ വലിയ പരിപാലന ഇടപെടൽ ഞാൻ തിരിച്ചറിയുകയാണ്. ഞാൻ അന്ന് പള്ളിപ്പോക്കമില്ല, പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, വേണ്ടത്ര വിശ്വാസമില്ല, ചില അശുദ്ധിയിലൊക്കെ ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ പോലും പ്രിയപ്പെട്ടവരെ ദൈവം എന്നെ കരുതുകയായിരുന്നു. അതിങ്ങനെയാണ് ആ സംഭവം. 1982 ഞാൻ 6 വർഷമായി രാത്രി 9 മണിക്ക് എൻ്റെ കടയടച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുക. അന്ന് പകൽ എൻ്റെ കടയിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത് ടോർച്ചുമായി വന്നു. ചെറിയൊരു ഹാൻഡിയായ ടോർച്ച്, അതാ എവറിഡേ ടോർച്ച്. ഞാൻ ആ സാറിനെ കൂട്ടി അടുത്ത കടയിൽ കയറി ഞാനൊരു ടോർച്ച് വാങ്ങി. ഞാൻ ആദ്യമായി 6 വർഷം കൂടി ഈ ടോർച്ച് തെളിച്ച് പിടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീടിനോട് 50 മീറ്റർ എടുത്തു. അതാ ഞാൻ ഈ ടോർച്ചിൻ്റെ വെളിച്ചത്ത് കാണുകയാണ് ഒരുമാർ നീളമുള്ള മഞ്ചട്ടിപ്പാമ്പ് എൻ്റെ അടുത്ത കാലെടുത്ത് വെക്കേണ്ട സ്ഥലത്ത് കിടക്കുക. പെട്ടെന്ന് ഞാൻ കാലം പുറകോട്ട് വെച്ചു. അന്ന് എനിക്ക് 28 വയസ്സ് പ്രായം. ഏത് പാമ്പിനെ അടിച്ചു കൊല്ലുന്ന ഞാൻ ഈ പാമ്പിൻ്റെ മുന്നിൽ ഭയപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, ഞാനന്ന് അന്നത്തെ എൻ്റെ ധൈര്യം ഒരു 12 ബോർ തോക്കാ. ദൈവമോ യേശു ഒന്നും എനിക്കെന്നില്ല. എൻ്റെ ധൈര്യം എൻ്റെ തോക്ക്. ഞാൻ വീട്ടിൽ പോയി തോക്കെടുത്ത് വന്നു, ഹെഡ്ലൈറ്റ് കെട്ടി, പാമ്പ് കുറച്ച് മാറിക്കിടപ്പുണ്ട്, വെച്ച് കൊന്നു. പാമ്പിനെ കൊന്നു. ഒരു വലിയ കുഴി കുത്തി, കുഴിക്കത്തിട്ട് മൂടി, കല്ലെടുത്ത് മോളി വെച്ചിട്ട് ഞാൻ അന്ന് പറഞ്ഞു, എൻ്റെ സമയം നല്ലതാ. പ്രിയപ്പെട്ടവരെ, 1989 ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം ബോധ്യപ്പെട്ടപ്പോൾ, അന്ന് ആ ടോർച്ച് എൻ്റെ തന്നു വിട്ട ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. 6 വർഷമായി ഞാൻ ഇരുട്ടത്ത് പോകുന്ന വഴി ആ ടോർച്ച് അന്ന് ആ സുഹൃത്തിനെ തന്നില്ലായിരുന്നെങ്കിൽ ആ സർപ്പത്തിൻ്റെ മുകളിൽ ചവിട്ടേലത് കടിച്ചാൽ അന്ന് തീർന്നു ഈ ഔസേപ്പച്ചൻ. നമ്മളൊക്കെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നവരാ. പക്ഷേ ദൈവം അതല്ല. നമ്മൾ പാപികളെങ്കിലും, എത്ര മ്ലേച്ഛനെങ്കിലും, എത്ര പാപിയെങ്കിലും, പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും പിതാവായ ദൈവം മക്കളായ നമ്മളെ സ്നേഹിക്കുന്നു, കരുതുന്നു. നമ്മളെ തിരിച്ചറിയണം, ദൈവത്തിന് നന്ദി പറയണം. അങ്ങനെ ഞാൻ അന്ന് ആ പാമ്പ് കടിയേറ്റ് മരിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ പറയും ഔസേപ്പച്ചൻ മരിച്ചുപോയി, എൻ്റെ മക്കൾ പറയും പപ്പ മരിച്ചുപോയി, നാട്ടുകാർ പറയും അതാ ആ മനുഷ്യൻ മരിച്ചുപോയി. 8-10 വർഷം കഴിഞ്ഞാൽ അതിന് മുമ്പ് ശേഷം അതാരും അറിയില്ല. 1-ാം ചരമവാർഷികം, 2-ാം ചരമവാർഷികമൊക്കെ കുറച്ചാൾ കാണും. അതിനുശേഷം അതൊക്കെ മറക്കും. പ്രിയപ്പെട്ടവരെ, ഞാനെങ്ങനെ അന്ന് മരിച്ചാൽ എൻ്റെ ദൈവം വേദനിക്കും. എന്താ കാരണം ഒന്ന് ചിന്തിക്കണം നമ്മൾ. പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി തൻ്റെ മകൻ്റെ ജീവൻ ബലി നൽകിയ ദൈവം, എന്നെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ച ദൈവം, അന്ന് ഞാനങ്ങനെ പാമ്പ് കടിയേറ്റ് മരിച്ചു പോയാൽ എൻ്റെ ആത്മാവ് നരകത്തിൻ്റെ അടിത്തട്ടിൽ നിത്യനാശത്തിൽ പതിക്കുമെന്നുള്ളതിനാൽ ദൈവം വേദനിക്കും. ദൈവം അനുവദിച്ചില്ല. ഈ ഔസേപ്പച്ചൻ, ഈ പാപി, ഈ മദ്യവ്യവസായി ദൈവത്തെ അറിയണം, യേശുവിനെ അറിയണം, സ്വർഗത്തെക്കുറിച്ച് നിത്യജീവനെ ബോധ്യപ്പെടണം, ഒരു വിശുദ്ധീകരിക്കപ്പെടണം, ഒരു വിശുദ്ധനാകണം എന്നുള്ള തിരിച്ചറിവല്ലേ എൻ്റെ ഈശോ, എൻ്റെ ദൈവം അന്ന് ഇടപെട്ട് ആ പാമ്പ് കടിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നാശത്തിലേക്ക് പോകാതെ, നശിച്ച ആത്മാവ് നശിക്കാതെ നമ്മളെ വിശുദ്ധീകരിക്കാൻ ദൈവം അഭിലഷിക്കുന്നു. അതിനുവേണ്ടി ദൈവം കാത്തിരിക്കുന്നു. നമ്മുടെ മാനസാന്തരം ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ചിന്ത എന്നെ നിങ്ങളെ ഭരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, വളരെ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ തിരിച്ചറിഞ്ഞ മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത്, പ്രാർത്ഥനയിൽ ധ്യാനത്തിൽ ബന്ധപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ വലിയ വ്യഭിചാരാസക്തിയുള്ള മനുഷ്യനാണ്. ഭാര്യയെ, മക്കളെ ഒക്കെ അയാൾ തള്ളി, ദൈവത്തെ തള്ളി അയാൾ പാപം ചെയ്യാൻ മറ്റ് സ്റ്റേറ്റിലേക്ക് പോകും. മറ്റ് സ്റ്റേറ്റിൽ പോയി പാപം ചെയ്യുന്നതിൻ്റെ ഒരു ഹോബിയാണ്. അങ്ങനെ ആ പാപം ചെയ്യാനായിട്ട് പോയ ഒരു നാൾ അവൻ പെട്ടെന്ന് പാപം ചെയ്യേണ്ട ആ സമയം പാപം ചെയ്യാൻ സാധിച്ചില്ല. അവൻ പാപം ചെയ്യാനായിട്ടുള്ള അടുത്ത നിമിഷം പാപത്തിന് വേണ്ടി ഒരുങ്ങുന്നു മറ്റൊരു സ്റ്റേറ്റിലാണ്. ആ സമയത്ത് തന്നെ വേനൽക്കാലത്ത് വലിയൊരു ഇടിവെട്ടുകയാണ്. ആ ചെറിയ വീട്ടിലേക്ക് ഒരു ഇടിവെട്ടി വീടിൻ്റെ ഭിത്തി വളർന്നു. പാപം സംഭവിച്ചില്ല. അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടി. പിന്നീട് അവൻ 2 മാസം കഴിഞ്ഞ് ഇറങ്ങിയാണ്. ആ പാപം ചെയ്യാൻ പോയ ആ വീട് ഒരു എയ്ഡ്സിൻ്റെ വീടാണ്. ആ പാപിയായ പെൺകുട്ടി രോഗിയാണ്. അവനൊരു ധ്യാനവേളയിൽ തിരിച്ചറിഞ്ഞു ദൈവത്തിൻ്റെ പരിപാലന. ദൈവമേ, ഞാൻ പാപം ചെയ്തെൻ്റെ ആത്മാവും ശരീരവും മനസ്സും നശിക്കുന്ന ആ വലിയ നിമിഷം ഒഴിവാക്കി തന്ന എൻ്റെ ദൈവമേ, ഞാനങ്ങനെ സ്തുതിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. ആ മകൻ, ആ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ മകൻ ഇന്നൊരു വചനപ്രഘോഷകനാണ്. പ്രിയപ്പെട്ടവർ, നമ്മളെത്ര പാപികളെങ്കിലും, എത്ര മ്ലേച്ഛനെങ്കിലും, മദ്യപാനിയോ പുകവലിക്കുന്നോ എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ പുന്നാര മകനാണ്, പുന്നാര മോളാണ് ഞാൻ.
നമ്മൾ പാപം ചെയ്ത് നശിച്ച് നമ്മുടെ ആത്മാവ് നിത്യജീവൻ നശിപ്പിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ തിരിച്ചറിവ് നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു നാൾ കാസർഗോഡ് താമസിക്കുന്ന ഞാൻ കാഞ്ഞങ്ങാട് നിന്ന് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലിരുന്ന പരശുറാം എക്സ്പ്രസ് യാത്ര ചെയ്യാം. എൻ്റെ എതിർവശത്തിരുന്ന ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, നിങ്ങളല്ലേ ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞ ആൾ? അതെ. നിങ്ങളല്ലേ കാസർഗോഡ് കാവേരി ബാർ ഹോട്ടൽ അടച്ച ആൾ? അതെ. നിങ്ങൾ എന്തുകൊണ്ടാണ് കാവേരി ബാർ അടച്ചു? ഗവൺമെൻറ്റല്ലേ ലൈസൻസ് തരുന്നത്, ഗവൺമെൻറ്റല്ലേ ബ്രാൻഡ് തരുന്നത്, നിങ്ങൾ നടത്തിയില്ലേ, മറ്റാൾ നടത്തില്ലേ, എന്തുകൊണ്ട് നിങ്ങൾ ബാർ അടച്ചു എന്ന് എന്നോട് ചോദ്യം. ഞാൻ പറഞ്ഞു, ദൈവം സ്നേഹമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ദൈവം സ്നേഹമായ ദൈവം, ആ ദൈവം സ്നേഹമാകുമ്പോൾ എനിക്ക് ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സ്നേഹിക്കുക. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, ആ കാസർഗോഡ് മദ്യപിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കാരും അല്ലല്ലോ. ഞാൻ പറഞ്ഞു, ദൈവത്തിന് മതമില്ല, ദൈവത്തിന് ജാതിയില്ല, ലോകത്തുള്ള ജാതിമത ഭേദമന്യേ ദൈവത്തിൻ്റെ മക്കളാണ്, അവരെ ആരെയും മദ്യം കൊടുത്ത് നശിപ്പിക്കാൻ അവകാശം എനിക്കില്ല. ഈ തിരിച്ചറിവാണ് യേശു ക്രിസ്തു എനിക്ക് നൽകിയത്. അപ്പോൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, യേശു സ്നേഹമാണെന്ന്, ദൈവ സ്നേഹമാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ദൈവ സ്നേഹമാണെന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിഞ്ഞു? പ്രിയപ്പെട്ടവർ, നമ്മൾ ഓരോരുത്തർ ചോദ്യം ചോദിക്കണം. ഈ ചോദ്യം നമ്മോട് തന്നെ ചോദിക്കണം. പ്രിയപ്പെട്ടവർ, ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട, പലരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെട്ട പല സംഭവങ്ങളും ഞാൻ മനുഷ്യൻ്റെ മുന്നിൽ വിവരിച്ചു. ദൈവസ്നേഹമാണെന്ന് ഞാൻ വളരെ ഭംഗിയായി ഒരു ട്രെയിൻ യാത്രയിൽ 3-4 മണിക്കൂർ സമയം നല്ല വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അയാൾ പെട്ടെന്ന് പറഞ്ഞു, നിർത്തുമെന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത്, ഇയാൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്താ നിങ്ങൾ പറയാൻ കാരണം? അപ്പോൾ അയാൾ പറയുകയാണ്, യേശു ക്രിസ്തു എന്നെയും സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു, സാറേ, ഒരു അധ്യാപന, റിട്ടയർഡ് അധ്യാപന, സാറേ ഒന്ന് പറഞ്ഞ് എനിക്കൊന്ന് കേൾക്കട്ടെ. അപ്പോൾ ആ അധ്യാപകൻ പറഞ്ഞ കാര്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ച്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ ദൈവസ്നേഹമാണെങ്കിൽ ആ ചെറുപ്പക്കാരോട് പറയാം, യേശു എന്നെയും സ്നേഹിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ സാറേ, കേൾക്കട്ടെ. അപ്പോൾ ആ വ്യക്തി പറയുകയാണ്, 1940 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ഇയാൾക്കണ്ട് 55-56 വയസ്സുണ്ട്. ഈ വ്യക്തി ഒരു 15-16 വയസ്സുള്ളപ്പോൾ പത്തനംതിട്ടക്കാരനായ വ്യക്തി വീട്ടിൽ തന്നെ അച്ഛനുമായി വഴക്കുണ്ടായി. പരസ്യമായിട്ട് അച്ഛനെ ഇയാളെ ശാസിച്ചു, അടി കൊടുത്തു. ഈ ചെറുപ്പക്കാരൻ അപ്പടി അസ്വസ്ഥനായി. അവന് അച്ഛൻ്റെ പണം 2000 രൂപ കട്ടെടുത്തുകൊണ്ട് മദ്രാസിലേക്ക് ട്രെയിൻ കയറി. അച്ഛനെ ഒന്ന് വിഷമിപ്പിക്കണം, അച്ഛനോ എന്നെപ്പറ്റി അസ്വസ്ഥനാകണം, ഇതാണ് അവൻ്റെ ചിന്ത. അങ്ങനെ അവൻ പണവുമായിട്ട് മദ്രാസിലേക്ക് പോയെങ്കിൽ അവിടെ പോയി ലോഡ്ജ് എടുത്തു, റൂമെടുത്തു. ആ റൂമിൽ താമസമാണ്. അത്യാവശ്യം സിനിമയൊക്കെ കണ്ട് ആഹാരമൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് 16 വയസ്സുള്ള പയ്യൻ അവിടെ ജീവിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നാൾ രാവിലെ ഇവൻ്റെ റൂമിൽ കള്ളൻ കയറി. ഇവൻ രാവിലെ എണീക്കുമ്പോൾ ഉടുതുണിയല്ലാതെ മറ്റൊരു തുണിയില്ല, പണമില്ല, ബാഗില്ല, ഒന്നുമില്ല, എല്ലാം കള്ളം കൊണ്ടുപോയി. ഇങ്ങനെ കള്ളം കൊണ്ടുപോയ അവസ്ഥയിൽ അവന് ആവപ്പാടെ അസ്വസ്ഥനായി. ആരോടെങ്കിലും പൈസ വായ്പ വയ്ക്കാൻ പറ്റുമോ? ഇതെവിടെയാണ്? മദ്രാസിലാണ്. തിരിച്ചു പോകാൻ പൈസയില്ല, ആഹാരം കഴിക്കാൻ പൈസയില്ല. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഈ ചെറുപ്പക്കാരൻ ആകപ്പാടെ ഒരു 9 മണിയായി, കാപ്പ് കുടിക്കുന്ന സമയമായി, പൈസയില്ല. വിശക്കാൻ തുടങ്ങി. ഈ കൊച്ചു പയ്യനല്ലേ, അവനെ ടാപ്പിൽ പോയി കുറച്ച് വെള്ളം ഊറ്റി കുടിച്ച്, എന്നോട് പറഞ്ഞ വാക്കുകളാണ്, കുറച്ച് വെള്ളം ഊറ്റി കുടിച്ച് ടാപ്പിൽ നിന്ന്. അങ്ങനെ പിന്നെ വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു 11 മണി 12 മണി സമയമായി. വിശപ്പ് വീണ്ടും തുടങ്ങി. ഭയങ്കര വിശപ്പ് വരിക. ഇവനാപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ചെറുപ്പക്കാരൻ എന്ത് ചെയ്യേണ്ടെന്നറിയാതെ ഉത്തരമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് ഈ വ്യക്തിയോട് പറയുക, ഒരു 10-33 വയസ്സുള്ള ഒരു താടിക്കാരൻ എൻ്റെ അടുത്തേക്ക് വന്നു, ഒരു പൊതി എൻ്റെ തന്നു. തന്ന വ്യക്തിയൊന്നും ശ്രദ്ധിച്ചില്ലേ, പൊതി എന്തെന്ന് നോക്കി അഴിച്ചു നോക്കിയപ്പോൾ അതിൽ 75 രൂപ ഇരിക്കുന്നു. 75 രൂപ ഇരിക്കുക. ഈ ചെറുപ്പക്കാരൻ അടുത്ത ഹോട്ടലിലേക്ക് കയറി, നല്ല വിശപ്പ്. അതിനോട് പറഞ്ഞു, കാപ്പിയും ചോറും ആഹാരം ഉച്ചഭക്ഷണം ഞാൻ ഒരുമിച്ച് കഴിച്ചു എന്നാണ് പറയുക. അത്രമാത്രം വിശപ്പോടെ അയാൾ നല്ലവണ്ണം ഭക്ഷണം കഴിച്ചു. വലിയ സന്തോഷമായി. ഒരു എമ്പൊക്കെ വിട്ട് പുറത്തേക്ക് ഇറങ്ങി. അതാ അടുത്ത അമ്പലത്തിൽ ഉത്സവം അയാൾ പൊടിപൂരം. എന്താ പിന്നെ ഉത്സവം കാണാമെന്ന് വിചാരിച്ച് അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഒരു കാക്കാലത്തി, ബാമാനെ ലക്ഷണം പറയാം, 1 രൂപ തന്നാൽ മതി. 1 രൂപ ചുമ്മാ കിട്ടിയ പണമല്ലേ, 1 രൂപ കൊടുത്തു. അവൻ ആ കാക്കാലിൻ്റെ അടുത്ത് പോയിരുന്നു. കാക്കാലത്തി കൈപിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് പല ലക്ഷണവും പറയാനുണ്ട്. അവനൊരു തത്തമ്മ അഴിച്ചു വിട്ടു. ആ തത്തമ്മ ആ കൂട്ടിൽ നിന്ന് ഓടി വന്നൊരു കാർഡ് എടുത്ത് പൊക്കിയെടുത്തു. ആ കാർഡ് തുറന്നിങ്ങനെ നോക്കിയപ്പോൾ അതിൽ യേശുവിൻ്റെ രൂപമായിരുന്നു. അവിടുന്ന് ആ ലക്ഷണമൊക്കെ കഴിഞ്ഞു. വീണ്ടും അകത്തേക്കോ വേറെ കാക്കാലത്ത് വിളിച്ചു, ബാമാനെ, ഇനിയുണ്ട് നിനക്ക് ലക്ഷണം, ഇനിയും പറയാൻ കാര്യങ്ങളുണ്ട്. അവിടെയും കൊടുത്തു 1 രൂപ. അവിടെയും ആ തത്തമ്മ കുത്തിക്കൊണ്ടുവന്ന പടം തുറന്നു നോക്കിയപ്പോൾ യേശുവിൻ്റെ പടമായിരുന്നു. എന്നോട് പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഈ 75 രൂപ എൻ്റെ കൊണ്ടുവന്ന താടിക്കാരൻ, ആ 33 വയസ്സുകാരൻ, അവൻ യേശു തന്നെയല്ലേ എന്ന് പറഞ്ഞ് ഇയാൾ സന്തോഷിക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വലിയ ഒരു അറിവും അഭിമാനവും തോന്നിയ നിമിഷങ്ങളായിരുന്നു. ഇയാളിനോട് പറയുക, അയാളൊരു ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ച ആളാണ്. യേശുവാരെന്നറിയാം, മറിയവാരെന്നറിയാം, ഇതെല്ലാം അറിയാവുന്ന വ്യക്തി. ഈ അധ്യാപകൻ പറയുകയാണ്, യേശു ക്രിസ്തു എന്നെ ഈ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. അന്ന് ആ 75 രൂപ കൊണ്ട് നൽകിയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷേ ഞാനിന്ന് ജീവിച്ചിരിക്കണമെന്നില്ല. അവസാനം നിരാശ. സാത്താൻ പറയും, പോയി ചാകടാ, ട്രെയിനിൻ്റെ അടിയിൽ കയറും. പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ ഏക ലക്ഷ്യമെന്താ? നരകം നിറയ്ക്കുക.
ദൈവത്തിൻ്റെ ഏക ലക്ഷ്യമെന്താ? യേശുവിൻ്റെ ഏക ലക്ഷ്യമെന്താ? സ്വർഗം നിറയ്ക്കുക, നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുക. ആ ചെറുപ്പക്കാരൻ 55, 56, 57 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്നോട് പറയുക, ഒരു ബൈബിൾ തരാമോ, ഒരു ബൈബിൾ തരാമോ, എൻ്റെ യേശുവിനെ എനിക്കറിയണം എന്നാണ് ചെറുപ്പക്കാരൻ പറയുക. പ്രിയ സഹോദര സഹോദരി, നമ്മളിത് കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു, നമ്മളെ വഴി നടത്തുന്നു. അതൊന്ന് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ ബോധ്യപ്പെടണം. ദൈവമേ നന്ദി എന്ന് ഹൃദയപൂർവ്വം ഞാനും നിങ്ങളും പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ബാക്കി കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നൽകും, ബാക്കി ബോധ്യം നൽകും. ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമാറ് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ 139:13, സങ്കീർത്തനങ്ങൾ 139:13 പറയാണ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് തന്നെ അതിസൂക്ഷ്മമായി മെനഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കണം, നമ്മുടെ ജീവിതത്തിലെ അപകടങ്ങളിൽ നിന്ന് ആപത്തിൽ രക്ഷപ്പെടുത്തിയ ദൈവം, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ദൈവം നമ്മളെ അതിസൂക്ഷ്മമായി മെനഞ്ഞെടുത്തു. മെനഞ്ഞെടുത്തിരിക്കുക നമ്മളെ ഓരോരുത്തരെയും. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരഘടന ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം 2 ചെവിയല്ലേ ഇത് കേൾക്കുന്നവർക്ക്? മൂക്കൊന്നല്ലേ ഉള്ളൂ? 2 കാലില്ലേ? 2 കൈയില്ലേ? ഇതൊക്കെ ആരിങ്ങനെ അതിസൂക്ഷ്മമായി മെനഞ്ഞെടുത്തു? എന്നെയും നിങ്ങളെയും ദൈവം അതിസൂക്ഷ്മമായി അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞെടുത്ത ദൈവത്തെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ? ആ ദൈവത്തിൻ്റെ പരിപാലനം ചിന്തിക്കാറുണ്ടോ? ആ ദൈവത്തിൻ്റെ ഇടപെടൽ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഓരോ കാര്യവും, നമ്മുടെ ശരീരഘടന, നമ്മുടെ ഓരോരോ കണ്ണിൻ്റെ പൊസിഷൻ, ചെവിയുടെ പൊസിഷൻ, ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അതിസൂക്ഷ്മമായ മെനഞ്ഞെടുക്കൽ നമ്മൾ ബോധ്യപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ധ്യാനകേന്ദ്രത്തിൽ പറഞ്ഞ കാര്യം ഓർക്കുക. നമ്മുടെ മൂക്ക്, നമ്മുടെ ചെവി, നമ്മുടെ കണ്ണ്, ഇതിൻ്റെ ആ സ്ഥാനത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഒരു കണ്ണ് കാണാൻ മേലാത്ത അവസ്ഥയിൽ ഒരു കണ്ണാടി, ഒരാൾ മൂക്ക് കണ്ണാടി വെക്കണമെങ്കിൽ അയാൾക്ക് ചെവിയില്ലാതെ പറ്റുമോ? ഈ ചെവിയിൽ അവിടെ ഉടക്കാൻ സാധ്യമല്ലെങ്കിൽ ആ കണ്ണാടി അവിടെ വെക്കാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഓരോ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഞാനിങ്ങനെ ആ യുവജനങ്ങളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഈ പരിപാലനത്തെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് ആ ദൈവത്തിൻ്റെ അതിസൂക്ഷ്മ മെനഞ്ഞെടുക്കൽ എങ്ങനെയൊന്ന് ബോധ്യപ്പെട്ടേ, നിങ്ങളൊന്ന് ചിന്തിച്ചേ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ഓർക്കുക. അവൻ പറയും, ബ്രദറെ, നമ്മുടെ ചെവിയും വായും നമ്മൾ ഇത്രയും അകലത്തിലല്ലായിരുന്നെങ്കിൽ എങ്ങനെ മൊബൈൽ ഫോൺ വിളിക്കും? നമ്മുടെ കാലിൻ്റെ മുട്ടയിൽ ആ ചെവി ഇരിക്കുന്നെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ റിസീവറിന് അല്ലെങ്കിൽ ഫോണിൻ്റെ റിസീവറിന് ഒരു മുഴം നീളം വേണ്ടി വരില്ലേ? ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചു. അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ആലോചിക്കണം ദൈവത്തിൻ്റെ കരുതൽ. വേറെ ചെറുപ്പക്കാരനോട് സംശയം ചോദിച്ചു, അല്ല ബ്രദറെ, ഈ കൈയും കാലും ഒക്കെ മടങ്ങുന്നതുകൊണ്ടല്ലേ മനുഷ്യൻ തമ്മിൽ വഴക്കുണ്ടാകുന്നത്? ഇവന് കൈ മടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവന് മനുഷ്യൻ തമ്മിൽ സ്നേഹത്തിലായിരിക്കില്ലേ? ഓരോരുത്തർ സ്വന്തമായിട്ട് ആഹാരം കഴിക്കണമെങ്കിൽ കൈ മടങ്ങണം. ഈ കൈ മടങ്ങുന്നില്ലെങ്കിൽ ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റില്ല, അതിന് വാരി കൊടുക്കണം, അവൻ നമുക്ക് വാരിത്തരും. അപ്പോൾ മനുഷ്യൻ തമ്മിൽ സ്നേഹത്തിൽ പോകുമല്ലോ. അവൻ്റെ യുക്തി പോയി. ഞാൻ അവനോട് മറുചോദ്യം ചോദിച്ചു, നീ ഒന്ന് ചിന്തിച്ചേ, ഈ കൈ വേണ്ട പോലെ മടങ്ങിയില്ലെങ്കിൽ, വിരൽ മടങ്ങിയില്ലെങ്കിൽ, നീ ടോയ്ലറ്റിൽ പോകുമ്പോൾ, നീ ബാത്റൂമിൽ പോകുമ്പോൾ നിൻ്റെ കൂട്ടുകാരനെ അവിടെ കൂട്ടിക്കൊണ്ട് പോകേണ്ടി വരില്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവം അതിസൂക്ഷ്മമായി മെനഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് നമുക്ക് സംഭവിക്കാനാണ്. ഈ നല്ലതിന് വേണ്ടി ദൈവം നമുക്ക് നൽകിയ അവയവങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതാണ് പാപം. ഇതാണ് തിന്മ. അത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ ദുരുപയോഗമാണ്. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകി, നമ്മൾ അത് വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ജീവിച്ച് ദൈവത്തിലെത്താൻ, സ്വർഗത്തിലെത്താൻ, നിത്യജീവൻ പ്രാപിക്കാനാണ്. വീണ്ടും നമ്മൾ ഓർക്കണം, നല്ല കാലാവസ്ഥ, അനുകൂലമായ സൂര്യപ്രകാശം, ഇരുട്ട്, പകല്, വെള്ളം, വെളിച്ചം, വായു, ഇതെല്ലാം ക്രമീകരിച്ച ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം നമ്മൾ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതുകൊണ്ടൊന്നും ഭൗതികമായ അനുഗ്രഹങ്ങളൊന്നും നൽകിയിട്ട് മതിയാകാത്ത ദൈവം, ഇതെല്ലാം നമ്മുടെ ഭൗതിക നേട്ടമാണ്, ഇതൊന്നും നൽകിയിട്ട് മതിയാകാത്ത ദൈവം തൻ്റെ ഏകജാതനെ നൽകിയതാണ് ഏറ്റവും വലിയ സ്നേഹപ്രകടനം. വിശുദ്ധ യോഹന്നാൻ 3:16 തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ച് നരകത്തിൽ പോകാതിരിക്കാൻ, അങ്ങനെ ബൈബിളിലില്ല, നശിക്കാതിരിക്കാൻ, അവൻ നിത്യജീവൻ പ്രാപിക്കാൻ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കളെ മറ്റൊരാൾക്ക് വേണ്ടി ബലിയർപ്പിക്കുമോ? നമ്മുടെ മക്കളെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ഇതുപോലെ പിടഞ്ഞു മരിക്കാൻ അനുവദിക്കുമോ? പിതാവായ ദൈവം തൻ്റെ പുത്രനെ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് എന്നെയും നിന്നെയും ഒരു വിശുദ്ധനാക്കാൻ, നിത്യജീവൻ അർഹനാകാൻ, സ്വർഗത്തിന് അവകാശിയാക്കാൻ തൻ്റെ മകൻ്റെ ജീവൻ ബലി നൽകിയൊരു ദൈവം. ആ ദൈവത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നവരാണ്, ആ ദൈവത്തിൻ്റെ സ്നേഹം ഉൾക്കൊണ്ടവരാണ്. ആ ഒരു ഉൾക്കാഴ്ച, ആ ഒരു ബോധ്യം ഞാൻ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു കന്നുകാലിയെ പോലെ കാളയെ പോലെ ചത്തൊടുങ്ങി തീരേണ്ടതല്ലേ ജീവിതമെന്നും മരണാനന്തര സ്വർഗത്തിൽ ജീവിതമുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്താൽ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് അവിടെ അവകാശമില്ല, മരണത്തിന് അവകാശമില്ല. നമ്മൾ ഈ ഭൂമിയിൽ തന്നെ സ്വർഗരാജ്യത്തിൻ്റെ മുൻ ആസ്വാദനത്തിൽ
നിത്യരക്ഷയുടെ പ്രതീക്ഷയിൽ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ജീവിക്കും. അവൻ്റെ ജീവിതത്തിൽ സാത്താൻ ഇടപെടാൻ സാധ്യമല്ല. അവൻ്റെ ജീവിതത്തിൽ സഹനം അവനെ നിരാശപ്പെടുത്തുന്നില്ല. ഏത് സഹനത്തിലും, ഏത് സാമ്പത്തിക പ്രതിസന്ധിയിലും, ഏത് രോഗത്തിലും, ഏത് പ്രശ്നത്തിലും അവൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് വിശുദ്ധിയോടെ അവൻ ദൈവത്തിനോട് ചേർന്ന് ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:10 നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വന്തം പുത്രനെ തരികയും ചെയ്തു എന്നതിലാണ് ദൈവത്തിൻ്റെ സ്നേഹം ഉൾക്കൊള്ളുന്നത്. പ്രിയപ്പെട്ടവരെ, അത് വളരെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ, ആരോഗ്യം, ആയുസ്, മറ്റെല്ലാ ഭൗതിക നേട്ടങ്ങളും നൽകിയ ദൈവം സ്വന്തം മകൻ്റെ ജീവനെ കുരിശിൽ പിടഞ്ഞു മരിക്കാൻ അനുവദിച്ചുകൊണ്ട് എന്നെയും നിന്നെയും വിശുദ്ധീകരിച്ച് ഒരു വിശുദ്ധനാക്കാൻ, സ്വർഗത്തിന് അവകാശിയാക്കാൻ, നിത്യജീവനിലേക്ക് നയിക്കാൻ തയ്യാറായി എന്നുള്ള വലിയ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയതയെപ്പറ്റി ചിന്തിക്കാം. നമ്മുടെ ആത്മീയത അതിനുതകുന്ന ഒരു പ്രാർത്ഥനയാണോ, അതിനുതകുന്നൊരു ചിന്തയാണോ? എനിക്കൊരു വിശുദ്ധനാകണം, ഒരു വിശുദ്ധിയാകണം, എനിക്ക് സ്വർഗത്തിലെത്തണം, എൻ്റെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം, യേശുവിൻ്റെ ആവശ്യം, അത് നമ്മൾ ആത്മനാ സ്വീകരിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരുക്കിയെടുക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരണം അതല്ല ദൈവമേ, എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നതാ. അങ്ങനെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ പാപം ചെയ്യുന്നു. ഞാൻ തിന്മയിലായിരുന്ന കാലഘട്ടത്തിൽ പോലും അങ്ങനെ ജീവിതത്തിൽ സംഭവിക്കാമായിരുന്ന അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന് എന്നെ ഉള്ളം കയ്യിൽ കാത്തു പരിപാലിച്ച ദൈവമേ, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് അരുളി ചെയ്ത ദൈവമേ, ഞാൻ അങ്ങേ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങ് അവിടുത്തെ മകനെ, ഏകജാതനെ എനിക്ക് പകരക്കാരനായി കുരിശിൽ പിടഞ്ഞു മരിക്കാൻ അനുവദിച്ചുകൊണ്ട് എന്നെ നീ വിശുദ്ധീകരിച്ച ദൈവമേ, എൻ്റെ പാപപരിഹാര ബലിയായ യേശുവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഒരു നാൾ മരിച്ച് സ്വർഗത്തിലെത്തി യേശു ക്രിസ്തുവിനോടൊപ്പം, പരിശുദ്ധ അമ്മയോടൊപ്പം, സകല വിശുദ്ധരോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാൻ ഈ പാപിയായി എന്നെയും അനുവദിക്കണമേ, ആശീർവദിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.